Module number 1.12.01. Topic name: National Skill Qualification Framework. ഹലോ അധ്യാപകരെ, ഇന്ന് നാം നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒബ്ജക്റ്റീവിൻ്റെ ഭാഗമായിട്ടാണ് പാഠത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. NSQFിൻ്റെ ഡിസൈൻ ചെയ്യുക, NSQFിൻ്റെ ലക്ഷ്യങ്ങളും പ്രധാന ഘടകങ്ങളും വ്യക്തമാക്കുക, NSQFിൻ്റെ ലെവലുകളും അവയുടെ ഡെസ്ക്രിപ്റ്റുകളും പട്ടിക വയ്ക്കുക, വ്യക്തമാക്കുക. വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ NSQF നടപ്പിലാക്കുവാനുള്ള സമീപനം വ്യക്തമാക്കുക. QP ആൻഡ് NOS വിശദീകരിക്കുക. ദ നാഷണൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻസ് ഫ്രെയിംവർക്ക് NSQF എന്നത് ഒരു കോമ്പറ്റേറ്റീവ് ബേസ്ഡ് ഫ്രെയിംവർക്കാണ്. എല്ലാ യോഗ്യതകളെയും അറിവ്, നൈപുണ്യങ്ങൾ, മനോഭാവം എന്നിവയുടെ പടിവാതിൽക്കൽ എന്ന പോലെ ലെവലുകളുടെ ഒരു ശ്രേണിയിലാക്കി ഓർഗനൈസ് ചെയ്യുന്നു. ഈ പഠനം പ്രധാനമായും 2 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. പ്രഥമ ഭാഗത്തിൽ നാം പഠിക്കുന്നത് NSQFിൻ്റെ കുറിച്ചുള്ള പരിചയമാണ്, അതിൻ്റെ ലക്ഷ്യവും പ്രധാന ഘടകങ്ങളും. NSQFിന് വിവിധ ലെവലുകളുണ്ട്. വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ NSQF നടപ്പിലാക്കുവാനുള്ള സമീപനം. രണ്ടാമത്തെ ഭാഗത്തിൽ ക്വാളിഫിക്കേഷൻ, PAC, QP അല്ലെങ്കിൽ അതുപോലെ NOS പഠിക്കും. പ്രഥമ ഭാഗം ആരംഭിക്കാം. ഈ ഭാഗത്തിൽ നാം NSQFിൻ്റെ പരിചയം, അതിൻ്റെ ലക്ഷ്യങ്ങളാണ്. NSQFിൻ്റെ വിവിധ ലെവലുകൾ, വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ NSQF നടപ്പിലാക്കാനുള്ള സമീപനം എന്നിവയെക്കുറിച്ച് പഠിക്കാം. NSQFിൻ്റെ ലക്ഷ്യങ്ങൾ ഫ്രെയിംവർക്ക് നൽകുന്നതാണ്. നമ്പർ 1, ഇന്ത്യൻ വിദ്യാഭ്യാസ പരിശീലന സിസ്റ്റത്തിലെ വൈവിധ്യത്തെ ഉൾക്കൊള്ളുന്നു. നമ്പർ 2, കസ്റ്റംസിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ലെവലിനും നാഷണൽ വൈഡ് അംഗീകരിക്കപ്പെടുന്ന യോഗ്യതകളുടെ ഒരു സെറ്റ് വികസിപ്പിക്കുന്നതിനുള്ള അവസരം നൽകുന്നു. നമ്പർ 3, യോഗ്യതകളിലേക്ക് പ്രവേശനം നൽകുകയും വ്യത്യസ്ത വിദ്യാഭ്യാസ പരിശീലന മേഖലകളിലേക്ക് സുലഭമായി മാറുന്നതിനും പ്രോഗ്രഷൻ പാത്വേയുടെ വികസനം, പരിപാലനം എന്നിവയ്ക്കുള്ള ഘടനയും നൽകുന്നു. നമ്പർ 4, വ്യക്തികൾക്ക് വിദ്യാഭ്യാസ പരിശീലനത്തിലൂടെ മുന്നേറാനും അവരുടെ മുൻപത്തെ പഠനാനുഭവങ്ങൾക്ക് അംഗീകാരം നേടുവാനുമുള്ള ഓപ്ഷൻ നൽകുന്നു. നമ്പർ 5, വിദ്യാഭ്യാസ പരിശീലനത്തിൻ്റെ നാഷണൽ റെഗുലേറ്ററി ക്വാളിറ്റി അഷുറൻസ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ പിന്തുണയ്ക്കുന്നു. 6, NSQF കംപ്ലൈൻറ്റ് ക്വാളിഫിക്കേഷൻസ് ഉള്ള വ്യക്തികളുടെ നാഷണൽ, ഇൻ്റർനാഷണൽ മൊബൈലിറ്റിയെ, വാല്യൂ, കമ്പാരറ്റബിലിറ്റി എന്നിവയുടെ വർദ്ധിപ്പിച്ച അംഗീകാരത്തിലൂടെ പിന്തുണയ്ക്കുന്നു, മെച്ചപ്പെടുത്തുന്നു. NSQF ക്രെഡിറ്റുകൾ നൽകുന്നതോ ഇന്ത്യൻ വിദ്യാഭ്യാസ പരിശീലന സിസ്റ്റത്തിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ പ്രോഗ്രഷൻ റൂട്ടുകൾ പിന്തുണയ്ക്കുന്നതും ആണ്. NSQFിൻ്റെ പ്രധാന ഘടകം നൽകുന്നതാണ്. നമ്പർ 1, വ്യത്യസ്ത ലെവലുകൾ, സ്കിൽ, പ്രൊഫഷൻസി, കോമ്പറ്റൻസീസ് എന്നിവ ഇൻ്റർനാഷണൽ ഈക്വലൻസിയിലേക്ക് നയിക്കുന്ന നാഷണൽ പ്രിൻസിപ്പിൾസ്. നമ്പർ 2, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, സ്കിൽ ട്രെയിനിങ്, ജനറൽ എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ജോബ് മാർക്കറ്റ്സ് എന്നിവയുടെ ഇടയിൽ മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ്. നമ്പർ 3, വ്യക്തമായി നിർവചിച്ച പ്രൊഫഷൻ പാത്വേസ്. നമ്പർ 4, ലൈഫ് ലോങ് ലേണിംഗ്, സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രോത്സാഹനം. നമ്പർ 5, ഇൻഡസ്ട്രി എംപ്ലോയീസുമായിട്ട് ഉള്ളതായ പങ്കാളിത്തം. നമ്പർ 6, സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു അക്കൗണ്ടബിളും ക്രെഡിബിളുമായിട്ടുള്ള മെക്കാനിസം. നമ്പർ 7, മുൻപത്തെ പഠനത്തിലുള്ള റെക്കഗ്നൈസേഷൻ്റെ വർദ്ധിച്ച സാധ്യത. ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് സ്കൂൾസ്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രൊവൈഡ്സ്, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അക്രഡിറ്റിംഗ് അതോറിറ്റീസ് എന്നിവയ്ക്ക് ഉപകാരപ്രദമാണ്. ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ഇൻഡസ്ട്രി, അതിൻ്റെ പ്രതിനിധി സ്ഥാപനങ്ങൾ, യൂണിറ്റുകൾ, പ്രൊഫഷണൽ അസോസിയേഷനുകൾ, ലൈസൻസിംഗ് അതോറിറ്റികൾ എന്നിവയ്ക്കും ഉപകാരപ്രദമാണ്. സുഹൃത്തുക്കളെ, NSQFിനെ കുറിച്ച് അറിയുവാനുള്ള ഈ ഭാഗത്തിൽ നാം NSQFിൻ്റെ വിവിധ ലെവലുകളെക്കുറിച്ച് പഠിക്കാം. NSQFിൻ്റെ ഓരോ ലെവലിനും കസ്റ്റമൈസ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് 5 സെറ്റായി നിർമ്മിച്ച ഡെസ്ക്രിപ്റ്റുകളുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ സാധാരണയായി ഓരോ ലെവലിനും ലേണറിലേക്ക് സർട്ടിഫൈ ചെയ്യുവാൻ ആവശ്യമായ കുറഞ്ഞ അറിവും നൈപുണ്യങ്ങളും ഗുണങ്ങളും വിവരണം ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ 5 ലെവലുകൾ അല്ലെങ്കിൽ ഡെസ്ക്രിപ്റ്റുകളുടെ സെറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം.
NSQFിൻ്റെ ഓരോ ലെവലിനും ലെവൽ ഡിസ്ക്രിപ്ഷൻ എന്ന് അറിയപ്പെടുന്ന 5 ഡൊമൈനുകളുണ്ട്. അവ: നമ്പർ 1 പ്രക്രിയ, നമ്പർ 2 പ്രൊഫഷണൽ അറിവ്, നമ്പർ 3 പ്രൊഫഷണൽ കഴിവുകൾ, നമ്പർ 4 പ്രധാന കഴിവുകൾ, നമ്പർ 5 ഉത്തരവാദിത്തം. പ്രോസസ് ലെവലിനെ അനുബന്ധിക്കുന്ന മറ്റ് 4 ഡൊമൈനുകളുടെ ഒരു പൊതുവായ സംഗ്രഹമാണ്. ഇത് വൊക്കേഷണൽ ട്രെയിനിങ്ങിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നടപ്പാക്കുന്നു. പ്രൊഫഷണൽ നോളജ് എന്നത് ഒരു ലേണർ വിഷയം സംബന്ധിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ഡെപ്ത്, ബ്രെഡ്ത്ത്, കൈൻഡ് ഓഫ് നോളജ്, കോംപ്ലക്സിറ്റി എന്നിവയുടെ ആഖ്യാനമായി വിവരിക്കുന്നു. പ്രൊഫഷണൽ സ്കിൽ ലേൺ ചെയ്യുവാൻ കഴിവുള്ളതായിരിക്കണം. ഇവയിൽ ഉൾപ്പെടുന്നത്: നമ്പർ 1 കോഗ്നിറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് സ്കിൽസ്, ഇൻഡ്യൂറ്റീവ്, ലോജിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ഉപയോഗം. നമ്പർ 2 കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, റിട്ടൺ, ഓറൽ, ലിറ്ററസി, ന്യൂമറസി സ്കിൽസ്. നമ്പർ 3 ഇന്റർപേഴ്സണൽ സ്കിൽസ് ആൻഡ് ജനറിക് സ്കിൽസ്. ഈ ഡൊമൈൻ വൊക്കേഷണൽ ട്രെയിനിങ്ങിലുള്ള പ്രാക്ടിക്കൽ എക്സസൈസിൽ നടപ്പിലാക്കുന്നു. കോർ സ്കിൽ ഇൻവോൾവ്സ് ഡെക്സ്ട്രിറ്റി, മെത്തേഡ്സ്, മെറ്റീരിയൽസ്, ടൂൾസ്, ഇൻസ്ട്രുമെൻറ്റ്സ് എന്നിവയുടെ ഉപയോഗം ഉൾപ്പെടുന്നു. IT സ്കിൽ അടക്കം ആ ലെവലിൽ ആവശ്യമുള്ളത്. ഈ ഡൊമൈൻ വർക്ക്ഷോപ്പ് സയൻസിൽ എഞ്ചിനീയറിംഗ്, ഡ്രോയിങ്, എംപ്ലോയബിലിറ്റി സ്കിൽ എന്നിവ നടപ്പിലാക്കുന്നു. റെസ്പോൺസിബിലിറ്റി ഇതിൽ ഉൾപ്പെടുന്നു. A ജോലി ബന്ധങ്ങളുടെ സ്വഭാവം. B തനിക്കും മറ്റുള്ളവർക്കുമുള്ള ഉത്തരവാദിത്തത്തിൻ്റെ തലം. C മാറ്റം നിയന്ത്രിക്കുക. D പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം. ഈ ഡൊമൈൻ വൊക്കേഷണൽ ട്രെയിനിങ്ങിലെ എല്ലാ ലേണേഴ്സും അതിൻ്റെ ട്രെയിനർ ആക്ടിവിറ്റിയിലും നടപ്പിലാക്കുന്നു.